നമ്മുടെ സമൂഹത്തിലെ ചില പ്രശസ്തരായ ഗൈനക്കോളജിസ്റ്റുമാർ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ പറഞ്ഞു വരുത്തുന്ന ഒരു കഥയാണ് വിവാഹത്തിന് മുമ്പ് സ്ത്രീകൾ സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വിവാഹത്തിന് ശേഷം അവരുടെ ദാമ്പത്യ ജീവിതം കുളമാകും എന്ന്. ഇതിന് കാരണമായിട്ട് അവർ പറയുന്നത് വിവാഹത്തിന് ശേഷം ഭർത്താവുമായിട്ടൊരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും അവരുടെ മുൻകാല കാമുകനോ കാമുകന്മാരുമായിട്ടും ഒക്കെ ചെയ്ത സെക്സിനെ പറ്റി ഓർക്കുകയും അതുമായിട്ട് താരതമ്യം ചെയ്യുകയും അങ്ങനെ അവരുടെ വിവാഹ ജീവിതം കുളമാകുകയും ചെയ്യും എന്നാണ്. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ വിഷയവും സ്ത്രീകളുടെ ചാരിത്ര്യ ശുദ്ധിയെപ്പറ്റിയാണ്. നമ്മളുടെ സമൂഹത്തിൽ പരക്കെ നിലനിൽക്കുന്ന ഒരു ചിന്താഗതിയാണ് വളരെയധികം സെക്സിൽ ഏർപ്പെടുന്ന സ്ത്രീകളുടെ യോനി ലൂസാകുമെന്ന്. ഇതിലും എന്തെങ്കിലും വാസ്തവമുണ്ടോ? മൂന്നാമത്തെയും അവസാനത്തെയും വിഷയം സ്ത്രീകളെ രതിമൂർച്ചയിലെത്താൻ സഹായിക്കുന്ന ഉപകരണമായ വൈബ്രേറ്ററിൻ്റെ കുഴപ്പങ്ങളെ പറ്റിയാണ്. ഇതും നമ്മുടെ സമൂഹത്തിലെ ചില പ്രശസ്തരായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റുമാരുടെ അവകാശവാദം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് വൈബ്രേറ്റർ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരുമായിട്ട് സെക്സിൽ ഏർപ്പെടാനുള്ള ഒരു താല്പര്യം കുറയും എന്നാണ്. ഇതിലും എന്തെങ്കിലും സത്യമുണ്ടോ? ഈ മൂന്ന് വിഷയങ്ങളെ പറ്റിയും എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സയൻസും റിസർച്ചും ഒക്കെ പറയുന്നത് എന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. വിവോക്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊന്ന് ലൈംഗികതയിൽ സയൻസിൻ്റെ പേര് പറഞ്ഞ് സദാചാരം തള്ളുക എന്നുള്ളതല്ല, മറിച്ച് എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ ലൈംഗികതയെപ്പറ്റി സംസാരിക്കുന്നത് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ ലൈംഗികതയെപ്പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊരു പക്ഷേ തോന്നിയേക്കാം. അതിൻ്റെ കാരണം നമ്മളുടെ സമൂഹത്തിൽ ഇന്നും ഡോക്ടർമാർക്കുൾപ്പെടെയുള്ള വ്യക്തികൾക്ക് സമഗ്രമായിട്ടുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈംഗികതയെപ്പറ്റി ചെറുപ്പത്തിലെ കേട്ട് വളർന്ന ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സ്ത്രീകളുടെ ലൈംഗികതയെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ കെട്ടുകഥകളാണ്. ഈ കഥകൾ നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞാൽ അത് തിരുത്തുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങളും റിസർച്ചുകളും ഒക്കെ ലൈംഗികതയെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ലൈംഗികതയിൽ ഏറ്റവും അധികം ഗവേഷണങ്ങൾ ഉണ്ടായത് പ്രത്യേകിച്ചും സ്ത്രീകളുടെ ലൈംഗികതയിൽ കാനഡയും അമേരിക്കയും UK-യും ഓസ്ട്രേലിയയും സ്വീഡനും പോലെയൊക്കെയുള്ള രാജ്യങ്ങളിൽ ഈ കഴിഞ്ഞ 30 കൊല്ലത്തിനുള്ളിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ സംസാരിക്കുന്ന ഡോക്ടർമാർ പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും കാലഹരണപ്പെട്ട കഥകളാണ്. ഈ ഒരു വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. അതുകൊണ്ട് തന്നെയാണ് വിവോക്സ് കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒന്നും ഡോക്ടർമാരെ ഇൻ്റർവ്യൂ ചെയ്യാതെ ലൈംഗികതയിൽ ഇന്ന് ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലെ എക്സ്പേർട്ടുകളും ഡോക്ടർമാരുമായിട്ടും ഒക്കെ ഒരു സംഭാഷണം നടത്തുന്നത്. പക്ഷേ ഈ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. കാരണം വിവോക്സ് വളരുന്നതിനനുസരിച്ച് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള എക്സ്പേർട്സുകളെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്ന ഡോക്ടർ ലീസ ഡോൺ ഹാമിൽട്ടൺ കാനഡയിലെ മൗണ്ട് എലിസൺ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി പ്രൊഫസറും യൂണിവേഴ്സിറ്റിയുടെ സെക്സ് റിസർച്ച് ലാബിന് നേതൃത്വം നൽകുന്ന വ്യക്തിയുമാണ്. ലൈംഗികതയിൽ ഡോക്ടർമാരും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുകളും ഉൾപ്പെടെയുള്ള എക്സ്പേർട്സുകൾ ജനങ്ങളോട് തള്ളുന്ന കാര്യങ്ങളുടെ പിന്നിലുള്ള സത്യാവസ്ഥയെപ്പറ്റി ഗവേഷണം ചെയ്യുകയും ആ കണ്ടെത്തലുകൾ അവരുടെ പോഡ്കാസ്റ്റായ ഡു വി നോ തിങ്സിലൂടെ ജനങ്ങളുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെയാണ് ഡോക്ടർ ലീസ ഡോൺ. വിവാഹത്തിന് മുമ്പ് സെക്സിൽ ഏർപ്പെടുന്ന സ്ത്രീകളുടെ ദാമ്പത്യ ബന്ധം കുളമാകുമോ? നമ്മളുടെ സമൂഹത്തിലെ ചില പ്രശസ്തരായ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്ന ഒരു കാര്യമാണിത്. ഇതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത് ഭർത്താവുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോൾ താരതമ്യം ചെയ്യും എന്നാണ്. സത്യത്തിൽ ഇവിടെ സയൻസിനെക്കാട്ടിലും ഉപരി സദാചാരമാണ് ഈ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. മനുഷ്യൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഭക്ഷണം പോലെ തന്നെ സെക്സിലും പുതുമ തേടുന്ന ഒരു അവയവമാണ്. നിങ്ങൾ 10 കൊല്ലം പരസ്പരം വിശ്വാസത്തോടുകൂടെ ഒരു വിവാഹത്തിൽ വിജയകരമായിട്ട് ജീവിച്ചാൽ പോലും ഏതെങ്കിലും ഒരു അവസരത്തിൽ വിവാഹത്തിന് പുറത്ത് സെക്സിൽ ഏർപ്പെടുന്നതിനെ പറ്റി ചിന്തിച്ചേക്കാം. കാരണം ലൈംഗികത എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും ശക്തമായ വികാരങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് കല്യാണം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഴയ പങ്കാളിയുമായിട്ടുള്ള സെക്സ് മിസ് ചെയ്യും എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. മാത്രവുമല്ല, വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ സെക്സിലുള്ള ആ ഒരു താല്പര്യവും ആവേശവും ഒക്കെ കാലക്രമേണ കുറയുകയും ചെയ്യും. പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ പ്രയോറിറ്റി തന്നെ മാറുകയും ചെയ്യും. അങ്ങനെ ഉള്ള ബന്ധങ്ങളിൽ സെക്സിൽ വീണ്ടും പഴയ പോലെയുള്ള താല്പര്യം ഉണർത്തണമെന്നുണ്ടെങ്കിൽ ആ ദമ്പതികളുടെ ലൈംഗിക പ്രവൃത്തിയിൽ പുതുമ കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പം അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ ലൈംഗിക പ്രവൃത്തിയും ജീവിതത്തിൻ്റെ മറ്റു കാര്യങ്ങൾ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. പല സ്ത്രീകളും കല്യാണം കഴിക്കുമ്പോൾ പ്രാധാന്യം നൽകുന്നത് സെക്സിനല്ല, സ്ഥിരതയ്ക്കും പങ്കാളിയുടെ പെരുമാറ്റത്തിനുമൊക്കെയാണ്. ഇത് ഒരു ശരിയായ സമീപനമല്ല. വിവാഹത്തിന് മുൻപ് സെക്സിനും തുല്യ പ്രാധാന്യം നൽകിയെങ്കിൽ മാത്രമേ ഒരു ദീർഘകാല ദാമ്പത്യ ബന്ധത്തിൽ വിജയകരമായിട്ടുള്ള ഒരു ലൈംഗിക ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ.
ഒട്ടുമിക്ക പുരുഷ മേധാവിത്വ സമൂഹങ്ങളിലും സ്ത്രീകളുടെ ലൈംഗികത നിയന്ത്രിക്കേണ്ടത് വളരെ ആവശ്യമായിരുന്നു. കാരണം ഒരു പുരുഷൻ്റെ വസ്തുവകകൾ, അതായത് അവൻ്റെ വീടും പുരയിടവും താറാവും കോഴിയും പട്ടിയും ഒക്കെ അവൻ്റെ ഭരണശേഷം അവൻ്റെ മകന് തന്നെ കിട്ടണം എന്ന് ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ ലൈംഗികത നിയന്ത്രിച്ചേ പറ്റൂ. കാരണം അമ്മ ചൂണ്ടിക്കാണിക്കുന്നതാരോ അതാണ് മക്കൾക്കച്ഛൻ. ഈ DNA ടെസ്റ്റിംഗ് ഒക്കെ ഇപ്പോഴല്ലേ വന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുരുഷ മേധാവിത്വ സമൂഹത്തിൽ സ്ത്രീകളുടെ ലൈംഗികത നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ ഒരു കഥയാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന രണ്ടാമത്തെ വിഷയം. വളരെയധികം സെക്സിൽ ഏർപ്പെടുന്ന സ്ത്രീകളുടെ യോനി ലൂസാകുമോ? ഇതും നമ്മളുടെ സമൂഹത്തിൽ പരക്കെ നിലനിൽക്കുന്ന ഒരു സദാചാര കഥയാണ്. ഇതിന് സയൻറ്റിഫിക് ആയിട്ട് യാതൊരു തെളിവുമില്ല. സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തി അവരുടെ ലൈംഗികതയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കിംവദന്തിയാണിത്. നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. ഒരു സ്ത്രീ അവരുടെ ഭർത്താവുമായിട്ട് എല്ലാ ആഴ്ചയും 3 ദിവസം അടുത്ത 30 കൊല്ലത്തേക്ക് സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ യോനി ലൂസാകുമെന്ന് നാട്ടുകാർ പറയുമോ? ഒരിക്കലുമില്ല. പക്ഷേ അതേ സ്ത്രീ പല പുരുഷന്മാരുമായിട്ട് 30 കൊല്ലം സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ യോനി ലൂസാകുമെന്ന് ജനങ്ങൾ പറയുകയും ചെയ്യും. ഒരു സ്ത്രീ ആദ്യമായിട്ട് ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിൽ ഏർപ്പെട്ടതിന് ശേഷം അവരുടെ യോനിയിൽ പ്രത്യേകിച്ച് യാതൊരു മാറ്റങ്ങളും സംഭവിക്കത്തില്ല. മാറ്റം സംഭവിക്കുന്നത് ആർത്തവ വിരാമത്തിന് ശേഷമാണ്. അതിൻ്റെ കാരണം അവരുടെ ശരീരത്തിലുള്ള ഹോർമോണായ ഈസ്ട്രജൻ്റെ അളവ് ആർത്തവ വിരാമത്തിന് ശേഷം താഴുകയും അവരുടെ യോനിക്ക് പഴയ പോലെയുള്ള ഒരു വഴക്കം നഷ്ടപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലാതെ സെക്സിൽ ഏർപ്പെടുന്നത് കൊണ്ട് സ്ത്രീകളുടെ യോനി ലൂസാകത്തില്ല. ഇത് കൾച്ചറും സമൂഹവും ഒക്കെ സ്ത്രീകളെ അടക്കി നിർത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കെട്ടുകഥ മാത്രമാണ്. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ വിഷയത്തിലോട്ട് വരാം. സ്ത്രീകളെ രതിമൂർച്ചയിലെത്താൻ സഹായിക്കുന്ന ഉപകരണമായ വൈബ്രേറ്റർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ പങ്കാളിയുമായിട്ട് സെക്സിൽ ഏർപ്പെടാനുള്ള ഒരു താല്പര്യം കുറയുമോ? ഇതും നമ്മളുടെ സമൂഹത്തിലെ ചില പ്രശസ്തരായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റുമാർ പറയാറുള്ള കാര്യമാണ്. ഈ ഒരു വിഷയത്തെപ്പറ്റി പഠനങ്ങൾ തന്നെ വളരെ കുറവാണ്. ഉള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഒരു സ്ത്രീ വൈബ്രേറ്റർ ഉപയോഗിച്ച് രതിമൂർച്ചയിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം പങ്കാളിയുമായിട്ട് സെക്സിൽ ഏർപ്പെട്ട് രതിമൂർച്ചയിൽ ഉണ്ടാകുന്ന അനുഭവം രണ്ടും രണ്ടാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് വേറൊന്നിനെ ബാധിക്കുകയില്ല. ശരിയാണ്, ഒരു വൈബ്രേറ്റർ ഉപയോഗിക്കുന്നത് പല സ്ത്രീകളെയും വേഗത്തിൽ രതിമൂർച്ചയിലെത്താൻ സഹായിക്കും. പക്ഷേ അതിൻ്റെ അർത്ഥം അത് അവരുടെ പങ്കാളിയുമായിട്ടുള്ള ഒരു സെക്സിനെ ബാധിക്കും എന്നല്ല. നമ്മളുടെ ശരീരത്തിൽ പലതരം ഉത്തേജനങ്ങളോട് പ്രതികരിക്കുന്ന നെർവ് എൻഡിങ്സുകളുണ്ട്. ഒരു വൈബ്രേറ്ററിൻ്റെ ഉത്തേജനത്തോട് പ്രതികരിക്കുന്ന നെർവ് എൻഡിങ്സുകൾ പോലെ തന്നെ നാക്കിൻ്റെയും വിരലിൻ്റെയും ഒക്കെ ഉത്തേജനത്തോട് പ്രതികരിക്കുന്ന വേറെയും നെർവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് അനുഭവം, അതായത് വൈബ്രേറ്ററിലൂടെ ഒരു സ്ത്രീ രതിമൂർച്ചയിൽ എത്തുന്ന അനുഭവവും പങ്കാളിയുമായിട്ട് രതിമൂർച്ചയിലെത്തുന്ന അനുഭവം രണ്ടും രണ്ട് വ്യത്യസ്ത പ്രതിഭാസങ്ങളായിട്ടാണ് നമ്മളുടെ ശരീരം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് വൈബ്രേറ്റർ ഉപയോഗിക്കുന്നത് കൊണ്ട് പങ്കാളിയുമായിട്ട് സെക്സിൽ ഏർപ്പെടാനുള്ള ഒരു താല്പര്യം കുറയും എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിൽ ഒരു ഡോക്ടർ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങളൊന്നും സയൻസ് അല്ല. അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രശ്നം ഇത് പലപ്പോഴും ജനങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഈ നമ്മുടെ സമൂഹത്തിൽ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയുന്നത് പോലെ തന്നെ, അതായത് തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് പോലെ ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് എമിനൻറ്റ് ബേസ്ഡ് മെഡിസിൻ, അതായത് പ്രശസ്തരായ വ്യക്തികളുടെ വാക്കുകളെ ആശ്രയിച്ചിരിക്കുന്ന വൈദ്യശാസ്ത്രം. നമ്മളുടെ സമൂഹത്തിലെ പല സെലിബ്രിറ്റികളായ ഡോക്ടർമാരും തെളിവുകളൊന്നുമില്ലാതെ തള്ളുന്ന പല കാര്യങ്ങളും ഒരു വലിയ വിഭാഗം മനുഷ്യർ അന്ധമായിട്ട് വിശ്വസിക്കുന്നതിൻ്റെ പിന്നിൽ ഈ ഒരു പ്രതിഭാസം തന്നെയാണ്. കാരണം അവിടെ പ്രസക്തമാകുന്നത് ആ സെലിബ്രിറ്റികളുടെ സമൂഹത്തിലുള്ള ഒരു പദവിയും അവർ പറയുന്ന കാര്യങ്ങൾ അത് വിഡ്ഢിത്തമാണെങ്കിൽ പോലും ജനങ്ങളെ വിശ്വസിപ്പിക്കാനുള്ള ഒരു കഴിവുമാണ്. ഈ ലൈംഗികത എന്ന് പറയുന്നത് നമ്മളുടെ സമൂഹത്തിൽ ഇന്നും വളരെ നിഷിദ്ധമായിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെപ്പറ്റി നമ്മളുടെ സമൂഹത്തിലെ വിശ്വാസ്യതയുള്ള ഡോക്ടർമാർ തുറന്നു പറയാനുള്ള ഒരു ധൈര്യം കാണിക്കുമ്പോൾ അത് കേൾക്കുന്ന ഒട്ടുമിക്ക ജനങ്ങളും അവർ പറയുന്ന കാര്യങ്ങളിൽ ഒരു വിശ്വാസ്യത ഉണ്ടോ ഇല്ലേ എന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല. ഈ ഒരു മനോഭാവമാണ് മാറേണ്ടത്. ലൈംഗികതയിൽ ഞാൻ ഉൾപ്പെടെ ഏതൊരു എക്സ്പേർട്ടും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിമർശന ബുദ്ധിയോടുകൂടെ കേട്ട് സ്വയം പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ വിശ്വസിക്കാവൂ. അതിന് സഹായിക്കുന്ന ഒരു ടെക്നോളജി ഇന്ന് നമ്മളുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. ഉപയോഗിക്കുക. So until next time, this is Sangeet Sebastian signing off for VWalk. Just sex, no shame.